ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് സോൺ. ടിന്നുകൾ വെച്ചിട്ടുള്ള പെൻസിൽ ഹോൾഡേഴ്സ് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പെൻസിൽ ഹോൾഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി തീമാക്കിയിട്ടുള്ളത് മിനിയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ ടിന്നിന്മേൽ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് നല്ല വൃത്തിക്ക് ഫിക്സ് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് കംപ്ലീറ്റ് ഈ ടിന്നിലൊന്ന് ആക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മളുടെ ക്യാനിൻ്റെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. യെല്ലോ പെയിൻ്റൊക്കെ കൊടുത്തപ്പോൾ കാണാൻ നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ മിനിയോൺസിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിലിൽ നിന്നും 2 റൗണ്ട് പീസുകൾ, ഇതുപോലുള്ള 2 റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിനിയോൺസിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 റൗണ്ട് പീസസുകൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു മാർക്കറാണ്. നമുക്കതിൻ്റെ മേളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മിനിയോൺസിൻ്റെ കണ്ണുകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിൽ ഈ ഒരു ടിന്നിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ണുകളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് ഷീറ്റിൽ നിന്നും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത റൗണ്ടിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള 2 റൗണ്ട് കൂടി കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ല വൃത്തിക്ക് ഒന്ന് സ്റ്റിക്കായി വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇനി ഇതിൻ്റെ അകംവശത്ത് നമുക്ക് കണ്ണുകൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കറാണ്. അപ്പോൾ ഈ ഒരു മാർക്കർ വെച്ചിട്ട് ഇതിൻ്റെ അകംവശത്ത് നമുക്ക് നല്ല റൗണ്ടിൽ കണ്ണുകൾ വരച്ചെടുക്കാം. കണ്ണുകൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് നമുക്ക് വരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് മിനിയോൺസിൻ്റെ ഫേസിലെ റിയാക്ഷൻസ്, അതുപോലെ സ്മൈലി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സ്മൈൽ കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ ഇനി 2 ടീത്ത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ഷീറ്റിൽ ഇങ്ങനെ ടീത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. മിനിയോൺസിൻ്റെ തന്നെ ഒത്തിരി ഫേസ് റിയാക്ഷൻസ് നമുക്ക് പിക്ചേഴ്സായിട്ട് കിട്ടും. അപ്പോൾ അതിൽ നോക്കിയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഐഡിയക്ക് ജസ്റ്റ് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിനിയോൺസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഈ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിനിയോൻ്റെ ഏതാണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിയോൺസിന് കുറച്ച് ഹെയർ മുന്നിൽ കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഐഡിയ അല്ലായിരുന്നു, എൻ്റെ മോൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അവൻ്റെ ഒരു ആവശ്യപ്രകാരം ഞാൻ ഈ ഒരു മിനിയോൺസിന് മുന്നിൽ കുറച്ചിങ്ങനെ ഒരു ഹെയർ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജീൻസിൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഈ ഒരു ടിന്നിൻ്റെ താഴെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ഒരു കംപ്ലീറ്റ് മിനിയോൻ്റെ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ടിന്നുകൾ വെച്ചിട്ട് ഇനി നമുക്ക് ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ഹോൾഡർ ഇല്ലെങ്കിൽ സ്റ്റേഷനറി ഹോൾഡേഴ്സ് ഉണ്ടാക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.